രണ്ട് ഉദ്ദേശമാണ് പ്രധാനമായിട്ടും പ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ഒന്ന്, നിങ്ങൾ അറിയുന്നത് പോലെ പ എന്ന അക്ഷരം വളരെ സാധുവാണ്. കാര്യം അതിൻ്റെ സ്വരം എന്താണെന്ന് മലയാളികൾക്ക് പോലും അറിയില്ല. എല്ലാവരും പറയുന്നത് ഫ ഫ ഫ എന്നാണ്. കാരണം ഫാത്തിമ എന്ന് എഴുതാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ എന്ന അക്ഷരമാണ്. ഫൗസിയ എന്ന് എഴുതാൻ ഉപയോഗിക്കുന്നത് ഫ എന്ന അക്ഷരമാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്ന ഫൈസൽ സാറുടെ പേര് പോലും നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്നത് ഫ എന്നാണ്. അങ്ങനെ ഉപയോഗിച്ച് ഹിന്ദിയിലെയും അറബിയിലെയും ഇംഗ്ലീഷിലെയും പദങ്ങൾ ഉപയോഗിച്ച് സ്വന്തം സ്വരം ഫയാണ് എന്ന് മലയാളികൾ പോലും അറിയപ്പെടാതെ പോയ ഫ എന്ന അക്ഷരത്തിൻ്റെ സ്വരം ഫ അല്ല മക്കളെ ഫയാണ് എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഒന്നാമത്തെ ഉദ്ദേശം. അത് പല മലയാള ടീച്ചേഴ്സിന് പോലും അറിയില്ല എന്ന കാര്യം നമുക്ക് ഈ പായുടെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നടന്ന സമയത്ത് നമുക്ക് കിട്ടി. അതിൻ്റെ ചില വീഡിയോസുകളൊക്കെ വന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാരണം, ഇത് അരികുവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഫായിൽ തുടങ്ങുന്നതാണ് അറബിയിൽ ഫലസ്തീൻ എന്നത്. ഫലസ്തീൻ എന്ന ജനത നേരിടുന്നതും ഫായുടെ അതേ അവസ്ഥ തന്നെയാണ്. ഫായുടെ ഉച്ചാരണം അറിയില്ല എന്നതാണ് ഫായുടെ പ്രശ്നമെങ്കിൽ ഫലസ്തീൻ ജനതയുടെ അസ്തിത്വം എന്താണെന്ന് ഫലസ്തീൻ ജനതകൾക്ക് പോലും അറിയില്ല. ആ ഫലസ്തീൻ ജനതകൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പാവങ്ങളായ നമ്മൾ പോലും അവരെ തീരുമാനിച്ചിരിക്കുന്നത്, അവരെ മാറ്റി നിർത്തിയിരിക്കുന്നത്, അവർ ആക്രമണത്തിന് വിധേയപ്പെട്ടവരാണ്. അവർ ജനിക്കുന്നത്, ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് they have to go into kill, അവർ കൊല്ലപ്പെടാൻ വേണ്ടി ജനിക്കുന്നതാണ് എന്ന രീതിയിലുള്ള സഹതാപമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങളിലേക്ക്, വിഭാഗങ്ങളിലേക്ക് കൂടി ഒരു എത്തിനോട്ടമാണ് ഫ എന്ന പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.